അനുമോദ്, കക്കാടംപൊയിൽ ഒരുപാട് കർഷകരെ കണ്ടപ്പോൾ ഇതുപോലെ ഒരു കടുത്ത വേനൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് അവിടുത്തുകാർ പറയുന്നത്. എല്ലാ കാർഷിക ഇനങ്ങൾക്കും വേനൽ നൽകുന്നത് സമാനതകളില്ലാത്ത നാശമാണ്. കാലങ്ങളായി ഇവിടെ കാർഷിക വിളകൾ വിപണനം നടത്തുന്ന സുരേഷ് കുമാർ എന്നുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിനൊപ്പം അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കക്കാടംപൊയിൽ ചുട്ടുപൊള്ളുകയാണ്. 37 ഡിഗ്രി ചൂടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റം ഇവിടുത്തെ കാർഷിക മേഖലയെ ഒന്നാകെ ബാധിച്ചിരിക്കുകയാണ്. കൃഷിക്കാർ മാത്രമല്ല, ഇവരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളും ഇത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്ന ശ്രീ സുരേഷാണ്. അദ്ദേഹം ഇവിടുത്തെ പ്രധാനമായിട്ടും വാഴ ശേഖരിച്ച് വിപണനം ചെയ്യുന്ന അദ്ദേഹമാണ്. ഈ ഒരു കാലാവസ്ഥയിലുണ്ടായ മാറ്റം എത്രമാത്രം നിങ്ങളെ ഈ വിപണനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? കായ് വളരെ മോശമാണ്. കായ്ക്ക് വണ്ണമില്ലാതെ വെള്ളമില്ലാതെ വണ്ണം കുറഞ്ഞിട്ട് പറ്റേ സെക്കൻഡ് പോലും ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ വളരെ വില കുറവാണ്. വില കുറവെന്ന് പറഞ്ഞാൽ 19 രൂപ വരെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ വില എടുത്തിട്ടിരുന്ന വില. അപ്പം ഇത് വിപണനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കായ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ വിപണനം ബുദ്ധിമുട്ടാണ്. ആളുകൾ വാങ്ങുന്നില്ല. ഇതേപോലെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ല, ഇതുപോലെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തൊക്കെ അപേക്ഷിച്ച് പകുതിയായി. മറ്റേ ഉൽപാദനം കുറഞ്ഞു. ഈ കായ് മോശമായതിന്റെ പേരിൽ നമുക്ക് സാധനങ്ങൾ കർഷകരുടെ അടുത്ത് നിന്ന് കുറവും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ ഈ മഴക്കാലത്ത് വലിയ പ്രളയകാലത്തായിരുന്നു കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ഒരാഴ്ചയായി. ഒരാഴ്ച ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പുതപ്പ് ഉപയോഗിച്ചിട്ട് രാത്രി കിടക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അതൊക്കെ പോയി, ചൂട് കൂടിയിട്ടുണ്ട്. ഈ കക്കാടംപൊയിൽ സാധാരണ നമുക്കറിയാം എപ്പോഴും മഞ്ഞൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വലിയ ടൂറിസം അട്രാക്ഷനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത്രയും ചൂട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിലുള്ളവരെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? മറ്റു കൃഷി മേഖലയൊക്കെ എല്ലാ കൃഷിക്കും ഉണക്കുകൾ ബാധിക്കും. ജാതിയൊക്കെ ഉണങ്ങുന്നുണ്ട്. മറ്റുള്ള കൃഷി കാപ്പിക്കൊക്കെ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. എല്ലാ കൃഷിക്കും തന്നെ ഈ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണല്ലേ? അതെ അതെ അതെ. മുൻപൊന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ എല്ലായിടത്തും വേനൽ കടുത്ത നാശം തീർക്കുന്നുണ്ട്. കക്കാടംപൊയിലും അതുതന്നെയാണ് അവസ്ഥ. കാരണം കക്കാടംപൊയിൽ എടുത്തു പറയുന്നത് സാധാരണ വേനൽക്കാലത്ത് പോലും കക്കാടംപൊയിൽ തണുപ്പുണ്ടാകുമായിരുന്നു, കുളിരുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയും ചുട്ടുപൊള്ളുകയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കക്കാടംപൊയിലെ കാഴ്ചയാണ് അനുമോദ് പങ്കുവച്ചത്.